ആൻഡ് വെൽക്കം ടു ലൈഫ് വിത്ത് ഓൺ ഹിറ്റ് 96.7 FM. ദിസ് ഇസ് മായ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ മണിക്കൂർ ഒരു ഗസ്റ്റ് ഉണ്ടാകും എന്നുള്ളത്. സോ സ്പീച്ച് തെറപ്പിസ്റ്റിനെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ ഫീച്ചർ ചെയ്ത വെരി വെരി ലോങ് ടൈം ബാക്ക്. അപ്പോൾ നമ്മുടെ ലിസണേഴ്സിൽ പലരും ആക്ച്വലി സ്പീച്ച് തെറപ്പിയെക്കുറിച്ചും കുട്ടികളുടെ ആ ഒരു സംസാരശേഷിയെക്കുറിച്ചും എങ്ങനെയാണ് അവരുടെ മൈൽ സ്റ്റോൺസ് മെഷർ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ആയിട്ട്. സോ ദാറ്റ് ഇസ് വൈ റൈറ്റ് നൗ ഐ ഡു ഹാവ് എ സ്പീച്ച് തെറപ്പിസ്റ്റ്. അതും 14 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിസ്റ്റ് നീതു ആന ചാക്കോ. ഓൾസോ നീതുവിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺ എയർ ഞാനൊരു കോൺടെസ്റ്റ് എന്തോ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഞാൻ വിളിച്ചപ്പോഴാണ് ഷീ സെഡ് മായ ഞാനൊരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. അങ്ങനെ ഞാൻ നീതുവിനെ ഓൺ എയർ ഇൻവൈറ്റ് ചെയ്താണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം നീതു. ഗുഡ് ആഫ്റ്റർനൂൺ മായ. ഒരു മിനിറ്റ് ഇവിടെ മൈക്ക് ഞാനിപ്പോൾ ഓൺ ചെയ്തതേ ഉള്ളൂ. പറഞ്ഞു ഒന്നുകൂടെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മായ ആൻഡ് താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ്. യാ സോ ഐ എം ഡെഫിനറ്റ്ലി വെരി ഹാപ്പി ടു മീറ്റ് യു. അന്ന് നീതു സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഐ ഹാവ് ടു ബ്രിങ് യു ഓൺ എയർ. കാരണം ഒന്ന് ആസ് എ സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ യു ഹാവ് ക്ലാരിറ്റി ഓഫ് സ്പീച്ച്, യു ഹാവ് ക്ലാരിറ്റി ഓഫ് തോട്ട് ആസ് വെൽ. സോ അങ്ങനെ ഒരാളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തേടിയിരിക്കുകയായിരുന്നു എവിടെയാണ് എനിക്കൊരാളെ ഒന്ന് എടുക്കാൻ പറ്റുക എന്നുള്ളത്. സോ ഇതൊരു വളരെ ഒരു ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ഗ്രേവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. കുട്ടികളിൽ എസ്പെഷ്യലി ഇന്നിപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് ആണ്, പേരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. സോ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടുന്നു. ആൻഡ് ഈ വെർച്വൽ ഓട്ടിസത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്പീച്ച് ഡിലേസ് ഒരുപാട് കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട്. എനിക്കറിയാം നമ്മുടെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ കുഞ്ഞുങ്ങളെ പിന്നെ ഈ സ്പീച്ച് ഡിലേ വന്നപ്പോഴത്തേക്കും നാട്ടിലേക്ക് വിട്ടു. അവിടെ ഒരു വർഷം നാട്ടിൽ കുഞ്ഞ് നിന്നപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. ഈവൻ അവിടുത്തെ ഫ്ലാറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ പോലും താഴോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും യു ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ യു ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെടികളും നമ്മൾ കാക്ക പൂച്ച ഇതിനൊക്കെ കാണുന്നുമുണ്ട്. സോ ഈ കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ വിത്ത് all of these things actually help in bringing out the correct milestones in a child. ഇവിടെയാണെങ്കിൽ അതിൽ ഒരുപാട് ഡിലേസ് വരുന്നുണ്ട്. ട്രൂ, അത് പറഞ്ഞ ശരിയാണ് മായ. ഇപ്പം ഒരു ഡിലേ മാത്രമല്ല, ഇപ്പം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഓട്ടിസം എന്നുള്ളൊരു കാറ്റഗറിയെ പറ്റിയാണ്. പക്ഷെ ഓട്ടിസം മാത്രമല്ല ഒരു ഡിലേ ഉണ്ടാകാനുള്ള റീസൺ. ദർ ആർ അതർ തിങ്സ് ഓൾസോ, ലൈക്ക് ഇപ്പം ഡൗൺ സിൻഡ്രോം, ദർ ഇസ് സെറിബ്രൽ പാൽസി, ദർ ക്യാൻ ബി ജസ്റ്റ് എ ഡിലേ ഇൻ ലാംഗ്വേജ് ബിക്കോസ് ഓഫ് പുവർ സ്റ്റിമുലേഷൻ. ബിക്കോസ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലിയാണ്, ബോത്ത് ദ പേരൻസ് ആർ വർക്കിംഗ്. അപ്പം ചൈൽഡ് ഇസ് ഐദർ വിത്ത് ദ നാനി, അതും നമ്മളെ നാഷണാലിറ്റി ആകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എ ശ്രീലങ്കൻ ഓർ എ ഫിലിപ്പീനോ, ഈവൻ എ എമിറാത്തി ഫാമിലി. ഇഫ് യു ഗോ, ദേ ഹാവ് അതർ നാഷണാലിറ്റീസ് ആസ് നാനീസ്. പിന്നെ അതുമല്ല അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വിൽ ബി വെരി ഡിഫറെന്റ്. ബിക്കോസ് ഇപ്പോൾ ഒരു നാനി എന്ന് പറഞ്ഞാൽ അവർ വയ്ക്കുന്ന നോക്കിയാൽ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദ ചൈൽഡ്, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഒരു കുട്ടി വളരുമ്പോൾ ഇല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ദേ ഹിയർ ആൻഡ് ദേ ലേൺ. നമ്മൾ എന്ത് പറയുന്നോ that is what they hear. And the main thing is you repeat it again and again. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇപ്പൊ അമ്മ എന്ന് പറയണമെങ്കിൽ you should be repeating, oh അമ്മ എവിടെ, അമ്മയുടെ കുഞ്ഞാണോ ഇത്. സോ ആ ഒരു intonation, ആ ഒരു lively talk, so they get to hear it again and hear. So they start associating the word with that person and they say, okay, this is my mom. And they don't call everyone amma. ade because ivda varumbo nammuടെ അടുത്ത് ഇപ്പൊ ഒരു പേരന്റ് വരുമ്പോ പറയുന്നതാണ് he has lot of vocabulary, ഒരു 100-200 vocabularies ഉണ്ട്, പക്ഷെ സംസാരിക്കുന്നില്ല. ഒരു നീഡ് വേണമെങ്കിൽ പോയിന്റിംഗ് ആണ് ചെയ്യുന്നത്. സോ ഹൗ ആർ ദേ ലേണിംഗ് ദീസ് വേർഡ്സ്? അപ്പൊ അല്ല, വൊക്കാബുലറി ഉണ്ട് പക്ഷെ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രഡിക്ടറി ഒരു സംഭവം. അതാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഹൗ ഡു ദേ ലേൺ ദിസ് വൊക്കാബുലറി? സ്ക്രീൻ ടൈം. Okay. They go to YouTube. They learn ABCD, A for apple, B for ball, C for cat. പക്ഷെ ഒരു ബോൾ വേണ്ടപ്പം ബോൾ ആണെന്ന് പറയുന്നില്ല, പറ്റുന്നില്ല. ബിക്കോസ് they are, as I said the first, they hear and they learn. So parents നോക്കുമ്പോൾ ABCD പറയുന്നു, lexical items പറയുന്നു, numbers പറയുന്നു, then why is he not communicating? Right. So that is the question, and that is where we need to empower the parents. That you need to give some time to the kid so that they can start communicating. നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ ജനറലി തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ബോയ്സ് പൊതുവേ തന്നെ കുറച്ചും കൂടെ ഡിലേഡ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് ഗേൾസിനെക്കാട്ടിലും. ഹൗ ട്രൂ ഇസ് ദിസ്? That is to some extent. പക്ഷെ അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അത് പറയാൻ പറ്റില്ല. ഐ ടെൽ യു ദ റീസൺ. ബിക്കോസ് ഇപ്പൊ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒരു പ്ലേ സ്കിൽസ് നോക്കിയാൽ ബോയ്സ് ആർ ലിമിറ്റഡ് ടു കാർസ്.
Okay. or Okay. some action figures. Okay. That is done. പക്ഷെ ഒരു ഗേൾ എന്ന് പറഞ്ഞാൽ they are replicating the mother. ദാറ്റ് ഇസ് വൈ മേ ബി ഡോൾസിന് കിച്ചൺ ഉണ്ടാകും, ഒരു വീടുണ്ടാകും, അതായത് ഹസ്ബൻഡ് കുട്ടികൾ എല്ലാം ഉണ്ടാവും. ഈവൻ വെൻ ദേ ആർ യങ് ദേ ഡു എ ലോട്ട് ഓഫ് കിച്ചൺ ആക്ടിവിറ്റി. ഓക്കെ, ഒരു ദോശ ഉണ്ടാക്കി തരുമോ? അപ്പൊ ദേ പ്രിറ്റൻഡ്. ആ ഒരു പ്രിറ്റൻഡ് പ്ലേ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ ബോയ്സിന് എന്താ, ദേ ടേക്ക് എ കാർ ആൻഡ് ഇറ്റ് ഇസ് ഡൺ. സോ അവർ അവിടെ ഒരു ടോക്കിങ്ങോ ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ അവിടെ ഇല്ല. പക്ഷെ ഒരു ഗേൾ ആണെങ്കിൽ ദേ ഗോ ടു ദ കിച്ചൺ, ക്യാൻ യു ഗിവ് മീ ആൻ onion, and they get ആ ഒരു ഉള്ളി എടുത്തു, like can you give me a potato? അപ്പം they are learning and they are trying to replicate the same game when they play with their friends. Right. Okay. അതുകൊണ്ടാണോ girls maybe? Okay, that could be the reason. That can be one reason, because അവരുടെ ഒരു play skills are very different. Okay. അപ്പം നമ്മൾ like me as a professional, I always tell parents that after your work മിനിമം 1 hour അത് മതി, ഒരു ക്വാളിറ്റി ടൈം. അതൊരു ടേബിളിന്റെ മേളിൽ കൊണ്ടുവന്നിട്ട് ഇതെന്താന്നല്ല, ജസ്റ്റ് പ്ലേ വിത്ത് ദം. ഈവൻ വെൻ യു പ്ലേയിങ് വിത്ത് ദ ബോൾ, ഓക്കെ, കിക്ക് ദ ബോൾ, ഓക്കെ, അപ്പ വെയിറ്റ്, now it's my turn. Okay. They get to use a lot of words. Yes. And you will just start empowering the words with this child. Okay. ഓൾറൈറ്റ്. ആൻഡ് ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞിന് എപ്പോഴാണ് ഒരു സ്പീച്ച് തെറപ്പിയുടെ ആവശ്യം ഉണ്ടെന്നൊരു പേരൻറ്റ് മനസ്സിലാക്കേണ്ടത്? പിന്നെ യു വെയിറ്റ് ഫോർ ദം ടു, ഈ പറഞ്ഞ പോലെയാണ് ചിലപ്പോൾ അവർ ഈ ബാബിൾ ചെയ്യുന്നൊരു ഏജ് ഉണ്ട്, ആ ഒരു 6 months 1 yearന്റെ ഇടയിലൊക്കെ അവർ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയുമായിരിക്കും. സോ ആസ് എ പേരൻറ്റ് നമ്മൾ എപ്പോഴാണ് അവെയർ ആയിട്ടിരിക്കേണ്ടത്? The first thing, according to UAE law, once a child is born, they do a hearing test. Okay. അപ്പം hearing test pass ആണെങ്കിൽ well and good, we have to just look into the developmental issues. Okay. If the child is having a fail when they do the test on born, it is very much important ഒരു 3 months you do a re-evaluation. Okay. Because initially അത് fail ആകാം, maybe there is a fluid, because after birth they do it. അപ്പോൾ ഒരു 3 months കഴിയുമ്പോൾ re-evaluate ചെയ്യാൻ we have to take that action. Okay. And again, okay, if it is a pass, as I said, okay, the hearing is normal, and we also look into kutti respond cheyyunundo sound kekkumbo, because name response all comes a little later. പക്ഷെ minimum the sound or startle movement undo illengi sound localize cheyyunundo, because hearing is a big factor for learning. അപ്പം hearing is perfect ആണെങ്കിൽ by 1 year of age they should start saying the first word. Okay. അമ്മ ഇല്ലെങ്കിൽ അപ്പ. മിനിമം ദ ഫസ്റ്റ് വേർഡ് ഹാസ് ടു കം വിത്ത് ഫസ്റ്റ് ബർത്ത്ഡേ. അതിനു മുമ്പ് ഇപ്പൊ മായ പറഞ്ഞ പോലെ തന്നെ ബാബ്ലിംഗ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആ, ദാറ്റ് യു പ്രൊമോട്ട് ബാബ്ലിംഗ്. ഒരു 8-9 months ആകുമ്പോഴത്തേക്കും ദേ ഷുഡ് ബി ഏബിൾ ടു ഫോളോ. ഒരു 10-12 months ഒക്കെ ആകുമ്പോഴത്തേക്കും they should be able to say, okay, wave, bye. അങ്ങനത്തെ സിമ്പിൾ കമന്റ്സ്, give a kiss. അപ്പം അത് ഫുൾ ഓൺ ഒരു കിസ് ആയില്ലെങ്കിലും മിനിമം അണ്ടർസ്റ്റാൻഡ് ആൻഡ് കം ടു ദ ഫേസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ആണ്. പിന്നെ ഈ പറഞ്ഞല്ലോ ബൈ 1 year of age പിന്നെയും സംസാരിക്കുന്നില്ലെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. ഓക്കെ, എന്റെ കുട്ടി സംസാരിക്കുന്നുണ്ടോ, ഇല്ല എത്ര വേർഡ്സ് പറയുന്നുണ്ട്, ഹൗ ഇസ് ദിസ് കോംപ്രിഹെൻസീവ് സ്കിൽ? ബിക്കോസ് ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് and talking. Right. So we need to find out how much is the vocabulary that he can understand. Okay. ഇപ്പം നമ്മൾ പറയാം, okay, get me the phone. ഇല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് താഴെന്ന് പറയുമ്പോൾ he should start looking for the phone. Right. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ആസ് എ പേരന്റ് ടു ലുക്ക് ഇൻ ടു. ഓക്കെ. സി ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഐ എം ആക്ച്വലി ഡൂയിങ് എ പോഡ്കാസ്റ്റ് റൈറ്റ് നൗ. അതിനകത്ത് ഇതേപോലെ തന്നെ നമ്മളൊരു സൈക്കോളജിസ്റ്റുമായിട്ടാണ് സംസാരിക്കുന്നത്. സോ യുനോ ഈ പേരൻസിന്റെ ഒരു ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു ഫേസും കൂടിയുണ്ട്. നൗ ദിസ് ഇസ് ദ കോൺവെർസേഷൻ ദാറ്റ് ഐ ഹാഡ് റീസെന്റ്, വെരിൻ യുനോ പേരൻസിനും അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്. ജോലിയുടെ പ്രഷറുണ്ട്, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, പിന്നെ വീട്ടിലുള്ള ജനറൽ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, കുഞ്ഞിന് സാരല്ല, കുഞ്ഞവിടെ ഉണ്ടല്ലോ, ആ കുഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സോ ഈ ഹൗ മച്ച് ഇസ് ഇനഫ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. സോ നമ്മൾ എവിടെയാണ് നമുക്ക് ഇപ്പം നാട്ടിൽ എനിക്കറിയില്ല, ഇപ്പം ഞാനൊക്കെ വളരുന്ന സമയത്ത് അങ്ങനൊരു എൻ്റെ പേരൻസ് ഇത്ര സമയം അങ്ങനൊന്നും, ഇറ്റ് വാസ് ജസ്റ്റ് എ വെരി കാഷ്വൽ ഓർഗാനിക് ആയിട്ട് അങ്ങ് നടന്നു പോകുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം, കുറച്ചും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ടൈം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഹൗ മച്ച് ഇസ് ഇനഫ് അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ഐഡിയൽ എന്നുള്ളത് എന്താണ്?
ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ്, വി ആർ ഓൾ വർക്കിംഗ്, വി ആർ ഇൻ എ വെരി ബിസി ലൈഫ് ഇവിടെ, ബോത്ത് ദ പേരൻസ് വർക്കിംഗ്. അത് മേ ബി ബിക്കോസ് ഓഫ് ഡിഫറെന്റ് സിനാരിയോസ്. ഇപ്പൊ നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നാലും നമുക്കായിട്ടൊരു പ്രഷർ ഉണ്ട്. ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ, ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ടൈം, ഒരു 1 hour 2 hour എന്ന് ഞാൻ പറയുന്നില്ല. ആഫ്റ്റർ യു കം ബാക്ക് യു സ്പെൻഡ് എ ക്വാളിറ്റി ടൈം വിത്ത് യുവർ ചൈൽഡ്. ഇപ്പൊ അതൊരു ലേണിംഗ് എന്ന് മാത്രമല്ല, ഇപ്പം ടോക്കിംഗ് ടു ഹെം, ഓ വാട്ട് ഡിഡ് യു ഈറ്റ്, ഇല്ലെങ്കിൽ ഹൗ വാസ് യുവർ ഡേ, എനി ഏജ് ഫോർ ദാറ്റ്, റൈറ്റ്? യു നോ, ബിക്കോസ് ഒരു കുട്ടിക്ക് ദേ നീഡ് ടു നോ, ഓക്കെ മൈ പേരൻസ് ആർ ദേർ, okay, they are here to listen to me, they are here to talk to me. yes, they should have that freedom to come up with things. ഇപ്പോൾ ഒരു സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാൽ ഇപ്പോഴത്തെ ഒരു പുതിയ ലോ വെച്ചിട്ട് എവറി നോർമൽ സ്കൂൾ ഹാസ് ആൻ ഇൻക്ലൂഷൻ. അവർക്കൊരു ഇൻക്ലൂഷൻ ടീമുണ്ട്. സോ if it is not very severe, they can go to a normal school. ഒരു സ്പെഷ്യൽ നീഡ് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നമുക്ക് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളപ്പം യു ഷുഡ് ഓൾവേസ് കൊളാബറേറ്റ് വിത്ത് ദീസ് പീപ്പിൾ. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഏതെങ്കിലും ഒരു സ്കിൽ, ഓക്കെ എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല, യു ഷുഡ് സ്റ്റാർട്ട് സെൽഫ് അനലൈസിങ്. എന്തുകൊണ്ട് വേർഡ് പറയുന്നില്ല? ഒരു പിയർ, എനിക്കൊരു മൂത്ത കുട്ടിയുണ്ട്, അവൻ ഈ ഒരു ഏജിൽ ഇത് പറഞ്ഞിരുന്നു, അപ്പൊ ഇവൻ പറയുന്നില്ല. അപ്പം സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? പിന്നെ മെയിൻ ഒരു എനിമി നമുക്ക് പറഞ്ഞാൽ സ്ക്രീൻ ടൈം ആണ്. കറക്റ്റ്, ഐ നോ, എല്ലാരും അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്, സ്ക്രീൻ ടൈം. ബിക്കോസ് സ്കൂളിലും ഇപ്പൊ സ്ക്രീൻ ഉണ്ട്, വീട്ടിൽ വരുമ്പോഴും സ്ക്രീൻ ആണ്. സോ ഈ ആൻഡ് ഐ ഹാവ് ഓൾസോ നോട്ടീസ് ദാറ്റ് ഈ സ്ക്രീനിനകത്ത് അവർ കാണുന്ന സംഭവം ഒരിക്കലും പേരൻസിന് തലകുത്തി മറിഞ്ഞാലും അവരെ എന്റർടൈൻ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് അതിനകത്ത് കാണുന്ന കളേഴ്സ്, അതിനകത്ത് കാണുന്ന മൂവ്മെന്റ്സ്, എവറിത്തിങ് ഇസ് so enticing for them. അവരുടെ ബ്രെയിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. So that is why it is very important to choose an activity which will engage them according to their age. ഇപ്പൊ ഒരു 3-year-old, because എനിക്ക് I have 3 kids. One is 12. The other 2 are twin girls. They are 4. So I can see the demands are very different. Yes. The elder one is always the elder one is always very quiet and he wants to be around the chess, piano angane. But younger ones anganalla, avarku painting cheyanam, coloring cheyanam, ടോയ്സ് വെച്ചൊക്കെ അവർ കളിക്കും. ബട്ട് ദേ ആർ മോർ ഇൻ ടു എൻഗേജിങ് ആക്ടിവിറ്റീസ്. പിന്നെ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഓ യു ഡിഡ് എ ഗുഡ് ജോബ്, ഇറ്റ് ലുക്ക് സോ പ്രിറ്റി. അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ്. ആസ് എ പേരന്റ് നമ്മൾ എപ്പോഴും റീഇൻഫോഴ്സ് ചെയ്യുക നമ്മുടെ കുട്ടികളെ, യു ഡിഡ് എ ഗുഡ് ജോബ്. ഓക്കെ, so next time എന്നിട്ട് നമുക്ക് പറയാം, next time maybe you can do a little more better inside the border when you color, ഇല്ലെങ്കിൽ okay you can draw a little more better, you can write a little more better. അത് കുട്ടികൾ വളരെ പോസിറ്റീവ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. ബട്ട് അതർ ദാൻ ദാറ്റ് അവർ ചെയ്യുന്ന ഒരു എഫേർട്ടിന് ഒരു അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ ദാറ്റ് ഇസ് വേർ ആ ഒരു ലാഗ് വരുന്നത്. ആസ് എ പേരന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അവരുടെ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത്. ഇതേപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഒരു വിഷയമാണ്, അതായത് ഇപ്പൊ നാനിയെ തന്നെ നമ്മളിപ്പം എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ നാനി നമ്മുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു നാഷണാലിറ്റി ആണെങ്കിൽ അവരുടെ ഡയലക്ട്, അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സോ ഈ ബൈലിംഗ്വൽ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ മലയാളികളെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മലയാളി ഒരു നാനിയെ കിട്ടണം നിർബന്ധമൊന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന ആരാണോ അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരു ലേഡി ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വെക്കുന്നത്. ഈ ബൈലിംഗ്വൽ ആയിട്ടുള്ള ഒരു വീട്ടില് കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലേ? ഹൗ ഡു യു, അതെന്താണ്, അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും? നമുക്കൊരു നാനിയെ വേണം താനും, എന്നാ ഇപ്പൊ നാനി കിട്ടുന്ന ആളെയാണ് നമുക്ക് എടുക്കുകയും വേണ്ടത്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എന്താണ് ഇപ്പൊ ചെയ്യുക? ഇപ്പം ബൈലിംഗ്വൽ ആയിട്ട് ഉള്ളൊരു വീടാണെങ്കിൽ പോലും നമ്മളുടെ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ നോക്കിയാൽ ദേ ഓൾ സ്പീക്ക് ഇംഗ്ലീഷ്. ബിക്കോസ് ദർ സ്ക്രീൻ ഇസ് ഇംഗ്ലീഷ്. അപ്പൊ അവർ ആ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജിലാണ് നിൽക്കുന്നത്. ഇപ്പം വീട്ടിൽ മലയാളം പറഞ്ഞാലും നമുക്ക് ശ്രദ്ധിക്കാം, അവർ കേൾക്കുന്ന മലയാളത്തിലായിരിക്കും ആ ക്വസ്റ്റ്യൻ, പക്ഷെ അവർ ആൻസർ ചെയ്യുമ്പോൾ അവർ ഇംഗ്ലീഷിലായിരിക്കും അതിന് ആൻസർ തരുന്നത്. അപ്പം ഈവൻ ബൈലിംഗ്വൽ ആയിട്ടുള്ള ഒരു നാനി ആയ പോലും വി ഷുഡ് മേക്ക് ഷുവർ ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ നാനി. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് ജസ്റ്റ് പോയിന്റ് ചെയ്തു ഇല്ലെങ്കിൽ പുള്ളി ചെയ്തു, ഷീ ഷുഡ് നോട്ട് അസ്യൂം ഓക്കെ ഓ ചൈൽഡിൽ നിന്ന് വേണം, ഇല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം, ഇല്ല വിശക്കുന്നു, അങ്ങനെ ഒരു അസംഷൻ പാടില്ല. ഷീ ഷുഡ് ബി ആസ്കിങ് ഓക്കെ വാട്ട് യു വാണ്ട്, are you hungry, you want a cookie or you want rice, give the options. appo adoru daily routine based aavumbo the child is start learning to speak. Yes. Ippam even the parents are out of home, there is somebody to stimulate the child. Okay appam
it is not a factor of bilingualism. It is just how you are stimulating an environment for the child. Okay. And now coming to, see, ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ എല്ലാ ആപ്സിനകത്താണ് ജീവിക്കുന്നത്. So, you know, other, as a speech therapist, you know, is there an app that you can probably recommend for parents to track their children? അവർക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന എന്തെങ്കിലും ആപ്സ് ഉണ്ടോ? ആപ്സ് എന്ന് പറയാനായിട്ടില്ല, ബട്ട് ഇഫ് യു ഗോ ടു ഗൂഗിൾ യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ മോർ ദാൻ ആപ്സ് യു ഹാവ് ടു ജസ്റ്റ് ആസ്ക് ഗൂഗിൾ ഒരു ചാർട്ട്, വാട്ട് ഷുഡ് ഐ ഡു ഇൻ എ ഡേ. നമ്മൾ പറയും ഒരു വിഷ്വൽ സ്കെഡ്യൂൾ എന്ന് പറയും. ഐ എം നോട്ട് ഷുവർ ഇഫ് മായ കണ്ടിട്ടുണ്ടോന്ന്. ഒരു ഡേ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി, യു ക്യാൻ ജസ്റ്റ് സ്റ്റിക്ക് ഇറ്റ് ഓൺ ദ വാൾ. ഓക്കെ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ വൺസ് ദ ചൈൽഡ് ഇസ് ഡൺ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, eating time finish, pick out that card and put it in a pouch. Second, okay, drawing time. Appo oru drawing, oru kutti draw cheyyunninte oru visual picture on the wall. So oru schedule adana valare important oru kuttiyilla. Even before going to school or after going to school, he should know how his day should be programming. Ipo oru kuttikku illengi as an adult also, if we don't know how our day goes, you feel bored. And we depend on phone and screen. Mattedani you're looking forward to that. Alle ഇപ്പം ഒരു ഈവനിങ് 4 കഴിഞ്ഞാൽ ഓക്കെ നെക്സ്റ്റ് ഇസ് പ്ലേ ഗ്രൗണ്ട്. അപ്പം ദ ചൈൽഡ് ഇസ് ഫോർസിങ് ടുഡേ ഐ വിൽ ഗോ ടു പ്ലേ ഗ്രൗണ്ട്, ഇല്ലെങ്കിൽ ടുഡേ ഐ ഹാവ് മൈ സ്വിമ്മിംഗ് ക്ലാസ്, ടുഡേ ഐ ഹാവ് മൈ മ്യൂസിക് ക്ലാസ്, ബിക്കോസ് ദേ ആർ ടു യങ് ടു റിമെമ്പർ തിങ്സ്. ബട്ട് ഇഫ് യു പുട്ട് ഇറ്റ് ഫോർ ദം ഇറ്റ് ബിക്കംസ് വെരി ഈസി ഫോർ ദം. അപ്പൊ അവർ ഫോർസ് ചെയ്യുന്ന ഒരു ഡേ, ആൻഡ് ഈവൻ വെൻ ദ പേരൻസ് കം ബാക്ക്, ഇപ്പം മദർ വർക്കിംഗ് അല്ല ഫാദർ വർക്കിംഗ് ആണെങ്കിൽ father തിരിച്ചു വരുമ്പോൾ they can say I went today here. That is very important, that every parent do a review of a day. They get a chance to talk, okay, it was a good day, I did this. Oh, it was not that great, I had some falls. Our opportunity they get through all this learning. Also, see, is it okay for children to be bored? കാരണം ഇന്നിപ്പോൾ ബോർഡം അവർക്കൊരു പ്രശ്നമാണ്. നമ്മൾ അവരെ കോൺസ്റ്റന്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഈ ശ്രമിക്കുന്നത്. സോ ബോർഡ് അഗൈൻ ഞാൻ ഈ പറഞ്ഞോല, ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. അല്ല, അവര് കുറച്ചു നേരം ബോറടിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എങ്ങനെയാണ് നമ്മൾ ബോർ ആവുന്നത് വെൻ വി ഹാവ് നത്തിങ് ടു ഡു. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കുട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ വെൻ യു ടേക്ക് ദ സ്ക്രീൻ ഓഫ്, ദേ ഫീൽ ബോർഡ്. വേറെ എന്ത് കൊടുത്താലും oh, this is so boring. So you have to come up with things which will not bore them up. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, I recently brought one new toy. It is called a magnetic chess. It is called a magnetic chess. It is a board with magnetic balls. So 4 people can play at a time. So we take turns. Appo adenda sambhavikkunnu vechal, it's a magnetic ball. So you have to place the ball in such a manner the other ball doesn't come together. ഒട്ടരുത്. അത് ഒട്ടിയാൽ ഐ ഹാവ് ടു ടേക്ക് എത്ര ഒട്ടിയോ അത്രയും ബോളും ഞാൻ എടുക്കണം. സോ ഫോർ എക്സാമ്പിൾ ഇഫ് മായ ഞാനോ കളിക്കുന്നെങ്കിൽ മായ ഇസ് വെരി ബ്രില്യന്റ് നോട്ട് ടു ടേക്ക് എനി ബോൾ. ബട്ട് ബൈ മിസ്റ്റേക്ക് ഞാൻ മായയുടെ ബോളിന് അടുത്തത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ടേക്ക് ഓൾ ദ ബോൾസ് ആൻഡ് യു വിൻ ദ ഗെയിം. സോ അതൊരു ബ്രെയിൻ ജിമ്മിങ് ഗെയിം ആണ്. സോ നൗ വെൻ ഐ ബ്രോട്ട് ദാറ്റ് ഹോം, my daughter and son, they're like, come on, let's play. And we have a scoreboard at home every day, like who fails the game. And like at the end of the day, we have punishments. Endana punishment? Punishment is like sing a song. And daughters are small, so they say do action. Action. So if I have to sing Twinkle Twinkle, I have to do the action. Son is brilliant, so what he says, now write 1 to 10 10 times. Okay. So now we have to be smarter. Our ball number we don't have to lose. At some point, you know, we give up because we are parents, so we just give. So anganathe games where they are forcing, okay, anganathe oru brain gymming game വളരെ important. They don't get bored. The same thing with നമ്മളെ പണ്ടത്തെ snake and ladder. But I don't think nowadays ഇപ്പം കുട്ടികളൊന്നും അതുമായിട്ട്, because they are all busy with Roblox, Minecraft. അതിലൊക്കെയാണ്. സ്നേക്ക് ആൻഡ് ലാഡർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ നീ കൊണ്ടുവരുന്ന അതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നോ ഇത് once they see they are failing ആവില്ല പറയാം, ഇത് വേണ്ട, ഇത് ഭയങ്കര ബോറാണ്. So it is our job to bring them, redirect and bring them back. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു ഇതാണ്, ഓക്കെ ഇത് അവർ കണ്ടു, we put a scoreboard. So every day they are very excited ആ സ്കോർ ബോർഡിൽ പോയിട്ട് ഒരു 1 അവിടെ എഴുതാൻ. അപ്പം അത് that will make ഒരു family bonding time is very important. ശരിക്കും എനിക്കൊന്ന് that's so important. Now coming to ഇപ്പൊ ടോയിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, you are also co-founder of Pebbles. Pebbles എന്ന് പറയുന്നത് എന്താണ്? ടോയ്സ് ആണ് കൂടുതലും.
കൂടുതലും ടോയ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആണ്. okay. ഇപ്പം ആസ് യു സെഡ് ഐ എം ഇൻ ടു ദിസ് ഫീൽഡ്. ഈ ഫീൽഡിൽ ഞാൻ കണ്ടൊരു കാര്യം, വെൻ പേരൻസ് കം ടു us, they ask, oh, how do you do this? How do you play with this? Yes. They just go to a shop, they bring whatever the child wants. അത് കഴിയുമ്പോൾ തീർന്നു. അവർക്ക് അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഇല്ല ഒരു ടോയ് ചൂസ് ചെയ്യുന്നതിലും ഇല്ല ഒരു ടോയ് കൊണ്ടുവന്ന് അത് എങ്ങനെ കളിക്കുന്നത്, ഇവർ എന്തുമാത്രം ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും ബോധേർഡ് അല്ല. സോ ദാറ്റ് ഇസ് വൈ വി കേം അപ്പ് വിത്ത് ദീസ് തോട്ട് ദാറ്റ് okay, we are going to bring unique things which is not commonly found. What is a unique? Tell me one like thing. For example, ഇപ്പോഴത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് Peppa Pig. Yes. But നമ്മൾ Peppa Pigന്റെ ഒരു ടോയ് very rarely you find. Either you have to go to Toys R Us or അങ്ങനത്തെ ഹൈ ബ്രാൻഡ് ഡിസ്നി ടോയ്സ് സെൽ ഔട്ട് ചെയ്യുന്നിടത്തേക്ക്. ഇപ്പൊ ഒരു കൊക്കോമെലൻ, ബേബി ഷോപ്പ്, അങ്ങനത്തെ ഒരു, പക്ഷെ അത് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യണം എന്നില്ല. സോ വി ആർ ട്രൈങ് ടു ബ്രിങ് സച്ച് ഐറ്റംസ് നമ്മുടെ ഒരു പ്രൊഡക്റ്റിലേക്ക് വിത്ത് എ റീസണബിൾ പ്രൈസ് ആൻഡ് which can be used very meaningfully with the child. ഇപ്പൊ നമുക്ക് Peppa Pigന്റെ 2 ഐറ്റം ഉണ്ട്. ഒന്നൊരു ഡോക്ടർ കിറ്റ്, ഒന്നൊരു കിച്ചൺ സെറ്റ്. And this Peppa Pig can be also used as a backpack. So wherever they go, they can carry it with them. അപ്പോൾ they get to play. And there, even in doctor, നമ്മൾ സാധാരണ മേടിക്കുന്ന ഒരു ബോക്സ്, ഒരു കേസ് മാത്രമല്ല, there is more 28 items in it. Okay, actually, yeah, coming to that again, അതായത് യു സെഡ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നാട്ടിൽ പോകുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും കുറച്ച് ബോറടിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ ഈ എന്താ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നു, മറ്റേത് ചെയ്തു നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്കെഡ്യൂൾ ഉണ്ടാവില്ല. പിള്ളേർ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആരും ഇല്ല, ഇവിടെ ആരും കളിക്കാനില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളങ്ങ് ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. സോ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ലോങ്ങർ അവേഴ്സ് എൻഗേജ് ആയിട്ട് നിൽക്കുന്ന ചോയ്സ് ഉണ്ടോ നിങ്ങളുടെ? അതെ, അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് called a Pebbles travel kit. Okay. അപ്പം ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ we have lot of toys which can be used by the kids during their travel. All right. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിനകത്ത് ഞാൻ കാണിക്കുവാണെങ്കിൽ we have almost 9 to 10 items. അപ്പം ഇതിനകത്ത് we have some sensory toys. We have a writing book. So some children they are very good in writing out things. അപ്പൊ again parental involvement ചെയ്യാം. ഒരു എയറോപ്ലെയിനിൽ ഇരിക്കുകയാണ്. what did you see? അപ്പം aeroplane seat, ഇല്ലെങ്കിൽ എയർ ഹോസ്റ്റസ്, they can start helping them to write it out. അപ്പം ഇതാണ് ഒരു റൈറ്റിംഗ് ബുക്കിന്റെ ഒരു പർപ്പസ്. ഇല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ what they see around. Then we have something called a sensory kit. So ഇവിടെ this is a fidget worm. So you see, they can start playing with it. They can put it on the board, it will change its shape. So the moment you put it will start moving its shape. Then secondly we have also another thing which is called the sorting. So idu oru sensory toy ah. Like if you feel it, you will know respective colors like colors like you can have a look at it. Here we go. Okay, all right. So ഇതിനകത്ത് ഈ ഓറഞ്ചിനെയൊക്കെ ഓറഞ്ചിനകത്തോട്ട് ഇടണം. അതെ. ഇത് നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. എനിക്ക് തന്നെ കുറച്ച് സമയം എടുക്കും. ഫീൽ തന്നെ it is very bubbly and it is very nice. Right. അതെ. They will spend a lot of time in it. Then we have another kit which is called the rainbow sorting. I am liking this game, by the way. ഇതൊരു റെയിൻബോ കിറ്റ് ആണ്. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ it has strings. So you can make any shape you want on it. You want to put a straight line, just fix it. You want to make a rainbow, just put it on it. അപ്പം it has so many strings. ഇതെല്ലാം the child will start getting better. All right. Okay, I think ഇതൊരു സ്ട്രെസ് ബസ്റ്ററും കൂടിയാണല്ലോ. അല്ലേ? അടിപൊളിയായിട്ടുണ്ട് ഇത്. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിലും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് which we have called, which is a mini burger. So I want to show you this mini burger. It looks so tempting. I feel like eating this. Look at this. This is a mini burger. appo idu squishy toy aano idu? Squishy toy aana. Man, kollallo ee saanam. I like both adultinum kidsinum. And we have in different food items. We have in Oreo cookie. We also have in flush toys. ഇത് പക്ഷേ ഞാൻ പറയുന്നത് ഇത് തിന്നുമോ കുട്ടികൾ? ഇത് വായിൽ വെച്ചാലോ? ഇത് to an extent it is friendly also. ഇപ്പോ അതൊരു വായി വെച്ചാലും the silicone is on a better quality according to the manufacturer. അപ്പം hazard free ആണ്. Okay. All right. This is cool. This is very cool. All right. എനിക്ക് തോന്നുന്നു this is a toy I would recommend for children with മറ്റേ നമ്മൾ കയ്യിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് പറയില്ല, അവർക്ക് പെൻസിലൊക്കെ ഹോൾഡ് ചെയ്യാനും. അതിന് we have something else. Do you have clay ഉണ്ടോ? അതാണ് clay and that is something very important. It's called a butter slime.
Oh, butter slime. This is a butter slime. ഒരു നോർമൽ ക്ലേ അല്ല, ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ കുട്ടി യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് എ ബട്ടർ. നമ്മൾ ക്ലേ പോലെ സ്പ്ലിറ്റ് ചെയ്ത് പോവില്ല. And they also have like, now this is pink, so we are having the watermelon theme. All right. So if it is yellow, it will be a lemon theme. Oh, that's nice. Okay. Yeah, so we customize it according to the child's age. നമുക്ക് 2 കാറ്റഗറി ആണ് ഉള്ളത് ഇതിൽ ട്രാവൽ കിറ്റിൽ, 1 to 3, പിന്നെ 3 and above. Very nice. നല്ല തോട്ട് ആണ് നീതു. I really like the thought that you have. അപ്പൊ ഇതിനകത്ത് നീതുനെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? Do you have a team? Do you have Yes, we have a team who looks into products, who purchase the products for us. Okay. Being a speech therapist, I oversee everything. Like once the product is selected by them, we look into the feasibility of എന്തുമാത്രം യൂസ്ഫുൾ ആയിരിക്കും കുട്ടിക്ക് എന്നുള്ളത്. But I have a supporting husband and I have a beautiful family who is with me in this. That's nice. I think because ideal age ആണല്ലോ, 4 വയസ്സായ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ you can really test it on them also. You can see whether they are interested. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ടെസ്റ്റിംഗ് ഫേസ് വീട്ടിൽ തന്നെ നടക്കുന്നു. That's very nice. പിന്നെ ഈ പറഞ്ഞ പോലെ we are not just looking into ഒരു അബുദാബിയിൽ, ഞാൻ വരുന്നത് അബുദാബിയിൽ നിന്നാണ്, because I was working with the renowned hospital in Abu Dhabi. So അവിടുന്ന് വരുമ്പോൾ we are looking all over UAE actually. ഇത് across all the parents ഇത് എത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു പർപ്പസ്. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഇവിടെ UAE ഇങ്ങനെ ഒരു സാധനം കോമൺ ആയിട്ട് അവൈലബിൾ ആണ്, ഈ ഒരു ട്രാവൽ കിറ്റ്. ഐ ഡോണ്ട് തിങ്ക്. ഇപ്പൊ മായ ചോദിച്ചതുപോലെ ഒരു റൈറ്റിംഗ്, ഫോർ ദാറ്റ് ഇസ് ദിസ്. ഇറ്റ് ഇസ് കോൾഡ് എ ഫിഡ്ജറ്റ് വർം. അപ്പം ഇറ്റ്സ് ഓൾസോ കോൾഡ് എ ട്വിസ്റ്റർ. സോ യു ക്യാൻ ബ്രേക്ക് ഇറ്റ് and you need to have a fine motor grip ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ. It goes like this. മനസ്സിലായി. So you need to bring up your fingers to join it, and again they can just play it with it. You can pull it out, you can fix it back, you can make it into you can make it like small pieces. It can go down to this size. Oh, that's very nice. നല്ല thought ആണ് നീതു. Very nice. I'm so happy to have you. Actually കുറച്ച് ടൈം കുറവായതുകൊണ്ടാണ്, but otherwise this session I hope ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. And I wish you all the best, Neetu. So thank you so much. Any help you want, you let me know, because നമ്മുടെ listeners എപ്പോഴും ചോദിക്കും ഇങ്ങനത്തെ ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ. No worries, they can always contact us on our social media. We are available in Instagram, Facebook, and we are also available in Shopify. All right. So it is called as Shoppables. Our names is Shoppables. ഞാനിത് ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ, മറ്റേ കീപ് സ്ക്വിഷിംഗ് ഓൺ ഇറ്റ്. ഐ ഡോണ്ട് നോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് നീതു. ഇറ്റ് വാസ് വണ്ടർഫുൾ സ്പീക്കിംഗ് ടു യു. അങ്ങനെ യാദർശികമായിട്ടാണ് നീതുവിനെ ഞാൻ ഓൺ എയർ മീറ്റ് ചെയ്തെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയതിലും വലിയ സന്തോഷം. താങ്ക് യു. ആൻഡ് ഐ റിയലി വോണ്ട് ടു ഹെൽപ്പ് ഔട്ട് പീപ്പിൾ ഹു ഹാസ് എനി ക്ലാരിഫിക്കേഷൻ, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം ഇൻ അണ്ടർസ്റ്റാൻഡിങ്. See, that's the thing. ഇപ്പം if people want to get in touch with you, അവർക്ക് എന്തെങ്കിലും ഒരു ഫ്രീ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഒരു ഇത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ നീതുവിന് സാധിക്കുമോ? According to the time availability again, they can always contact me in my personal number. I have a WhatsApp on the same thing. We can always talk. All right. There is no issues in talking, because other than just being a speech therapist, I want to be with the people, because unless you are in their shoes, you don't understand their problems. അതെ. ഈ 14 years നീതു ഇവിടെ തന്നെയായിരുന്നോ, UAE തന്നെയായിരുന്നോ, അതോ were you in other countries as well? ഇല്ല, I am actually here. I did all my schooling here in Abu Dhabi. അതായത് UAE kid ആണ്. അപ്പൊ പിന്നെ I'm sure like ഇത് year of community കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് giving back to the community, I hope you can do it. Exactly. So thank you so much, Neetu. It was wonderful meeting you. Thank you. All right. അപ്പൊ എന്തായാലും നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ആയിരുന്നു. In case you started hearing this conversation midway, നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഈ ഒരു കോൺവെർസേഷനിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. Go to our Facebook page and you will listen to the conversation. This is 96